ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് വീഡിയോ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം വ്യൂസ് ഒന്നും നമുക്ക് അതിനില്ലായിരുന്നു. അപ്പോൾ താല്പര്യം ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇടാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിലും ഞാൻ ഇനി തുടരെ വീഡിയോസ് ഇടാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. silu_talks എന്നാണ്, ഞാനത് താഴെ എഴുതി കാണിക്കാം, അതൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു സുജോക്ക് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് കുട്ടികൾ ഒത്തിരി, അതായത് ഇപ്പോൾ 2 വയസ്സ് വരെയൊക്കെ നമ്മൾ ബെഡിൽ കുട്ടികൾ മൂത്രമൊഴിക്കാറൊക്കെ ഉണ്ട് രാത്രി സമയങ്ങളിൽ. അതല്ലാതെ 4, 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, ഈവൻ 10 വയസ്സായ കുട്ടികൾ വരെ അങ്ങനെ ബെഡിൽ മൂത്രമൊഴിക്കുന്ന ഒരു അസുഖം അങ്ങനെ, അതായത് അവർക്ക് കൺട്രോൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ പാരൻസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രിയൊക്കെ നമ്മൾ കൊണ്ടുവിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്, നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് സുജോക്ക് ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സീഡ് തെറാപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് ഒരു ഉപകാരമായി തീരുന്നതാണ്. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ടാവും, ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവട്ടെ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ചെറുപയറാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുപയർ കുറച്ചെടുക്കുക. നമ്മൾ നോർമൽ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ചെറുപയർ കേട്ടോ. അതാണ് നമുക്ക് ഇങ്ങനത്തെ സീഡ്സിലാണ് മിക്ക ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ സുജോക്കിൽ ചെയ്യുന്നത്. നല്ല റിസൾട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെറുപയറിൽ നിന്ന് 1000 ചെറുപയർ കിട്ടാനുള്ള ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഒന്ന് മീൻസ് ഒരു ചെടിയിൽ നിന്ന് കുറേ നമുക്ക് ചെറുപയറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് അതിനുള്ളൊരു എനർജി ഉണ്ട്. ഈ ചെറുപയറിന് ഒരു ചെടി വരാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും വിത്ത് എന്നൊക്കെ, ഇപ്പോൾ മാങ്ങൻ്റെ കുരു എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മാങ്ങൻ്റെ കുരുവിൽ ഒരു മരം ഫുള്ളായിട്ട് ഉണ്ടാവാനുള്ള ഒരു എനർജി അതിനകത്തില്ലേ. ആ എനർജിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ചെറുപയറിൽ കുറേ ചെറുപയർ കിട്ടാനുള്ള ചെടികൾ ഉണ്ടാക്കാനുള്ള കഴിവ് ഇതിനകത്ത് പൂട്ടി വെച്ചിട്ടുണ്ട്. ആ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ അസുഖങ്ങൾ മാറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനിയൊരു നമുക്ക് ആവശ്യമുള്ളൊരു സാധനം എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലൊരു ടേപ്പ് വേണം. ഇത് നിങ്ങൾ ഏത് സർജിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് കിട്ടും. എല്ലാം അവിടെ ഉണ്ടാവും. എന്തിനാണ് ഇങ്ങനത്തെ ടേപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേപ്പിൽ കുറേ ഹോൾസ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇതിൽ ഈ കാണുന്ന കുറേ ഹോൾസാണ്. അപ്പം നമ്മൾ കയ്യിലിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാലും എയർ സർക്കുലേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഒരു വെള്ള കളർ പോലെ ആവില്ല. നമ്മൾ ഒട്ടിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളർത്ത പോലെ ആവില്ല. അങ്ങനെ ആവില്ല, എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട്. സോ നമുക്ക് ഇങ്ങനത്തെ ടേപ്പ് വേണം. ഇനി അത് കിട്ടിയില്ല, പേപ്പർ ടേപ്പാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതാണെങ്കിലും മതി. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ടേപ്പ് ഇങ്ങനെ എടുക്കാം. അതിനു മുമ്പ് ഞാൻ അതിൻ്റെ കറസ്പോണ്ടൻസ് പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ യൂറിൻ ബ്ലാഡറിനെയൊക്കെ അതിൻ്റെ കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ സുജോക്കിൽ ഈ കൈ ഇങ്ങനെ രണ്ടും വെച്ച് കഴിഞ്ഞാൽ ഈ 2 വിരലിൻ്റെയും സെൻട്രലായിട്ട് ഈ വരുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് രണ്ടും നമ്മുടെ കാലായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ഒരു ഭാഗമാണ്, ഈ കാണുന്ന ഈ ഭാഗമാണ് സുജോക്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. യൂറിൻ ബ്ലാഡർ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഈ ഭാഗത്തിൽ തന്നെയാണ് യൂട്രസ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം യൂട്രസിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഇവിടെ നിങ്ങൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെയിന് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇങ്ങനെ ഒരു ടേപ്പ് എടുക്കുക. എന്നിട്ട് ഈ ടേപ്പിൽ ഒരു മിനിറ്റ് കേട്ടോ, അത് കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഈ ടേപ്പ് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത്രയും കാണുന്നുണ്ടോ, ഇത്രയും ചെറുപയർ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഈ ഒട്ടിപ്പിടിച്ച സാധനം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ കൈ കാണുന്നുണ്ടോ, ഈ കയ്യിൽ ഇങ്ങനെ ഈ ഭാഗത്ത് വെച്ചിട്ട്, എനിക്ക് ഒറ്റക്കായതുകൊണ്ട് കറക്റ്റായി കിട്ടുന്നില്ല, ഇങ്ങനെ ഒട്ടിക്കുക. ഓക്കെ, ഇങ്ങനെ കാണുന്നില്ലേ, ഇപ്പോൾ കാണുന്നുണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ പൊട്ടിച്ചാലേ, ഇത്രേ പണിയുള്ളൂ കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈ സീഡ് മാറ്റിയിട്ട് വേറെ സീഡൊക്കെ ആക്കി കഴിഞ്ഞാൽ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങൾക്കും ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് ഞാൻ പതിയെ
പിന്നീടുള്ള നമ്മുടെ വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ ചെയ്യുക. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ചെയ്യാം. ഇതൊരു 1 month ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി രാത്രി ചെയ്ത് കൊടുക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ സീഡ് എടുത്ത് നിങ്ങൾ ഇതെടുത്ത് കളയണം. പിന്നീട് ഒരിക്കൽ യൂസ് ചെയ്ത സീഡ് പിന്നീട് യൂസ് ചെയ്യരുത്. കാരണം ഇതിലുള്ള എല്ലാ എനർജിയും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞു. സോ വീണ്ടും യൂസ് ചെയ്യരുത്. വീണ്ടും പുതിയ സീഡ് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഡെയിലി രാത്രി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 hours ആണ് നമ്മൾ വെക്കേണ്ടത്. രാത്രി ഫുള്ളായിട്ട് വെച്ചാലും ഒരു കുഴപ്പമില്ല. രാവിലെ എണീക്കുമ്പോൾ തനി പോയിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് കളയുക. പിന്നെ പിറ്റേ ദിവസം രാത്രി ഇതുപോലെ ചെയ്യാം. 1 month കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂടെ തന്നെ കുട്ടികളെ യൂറിൻ പാസ് ചെയ്യിപ്പിച്ചിട്ട് ഉറക്കാൻ ശീലിക്കുക. അപ്പോൾ സ്വയം അവരുടെ മൈൻഡിലും കൂടെ അങ്ങനെ ഒരു തോട്ട്സ് വരും, നമ്മൾ കിടക്കുന്നതിന് മുമ്പ് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ താങ്ക് യു ഓൾ. മറ്റൊരു വീഡിയോയിൽ കാണാം.